ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൂരയാണ് കേട്ടോ കറി വെക്കുന്നത്. ഇത് വെള്ളച്ചൂരയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂരയാണെന്ന് കറി വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കുക. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. വല്ലാണ്ട് വറുക്കണ്ട കേട്ടോ, ഒരു കുറച്ച്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതാട്ടോ. നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് നിറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് എരിവുള്ള മുളക് പൊടി കേട്ടോ. നമ്മളൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി. നമുക്കത് ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ചൂടാറിയിട്ടുണ്ട്, അരച്ചെടുക്കാം. ഇത് അരയ്ക്കാനുള്ള വെള്ളം ഒഴിക്കാം. നമുക്കിത് അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടിയിലാണ് കേട്ടോ കറി വെക്കാൻ പോണത്. അപ്പം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി. ഒരു തക്കാളി ഇല്ല, ഒരു തക്കാളിയുടെ പകുതി. പിന്നെ കുടംപുളി ആണെങ്കിൽ കുടംപുളി ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ വാളംപുളിയാണ് ചേർക്കാൻ പോണത്. ഒരു നെല്ലിക്കയുടെ അത്ര പോകുന്ന പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് പിഴിഞ്ഞതാണത്. വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി നമുക്കിത് അരപ്പ് ഇതിൽ ചേർക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിൽ ചേർക്കാം. ജാറൊന്ന് കഴുകി നമുക്ക് ഒഴിക്കാം. നമുക്കിതിലേക്ക് ഉപ്പിടാം. നമ്മൾ കറിയിലേക്കുള്ള ഉപ്പ് ചേർത്തിട്ടാ. നമുക്ക് ഉപ്പുണ്ടോന്ന് നോക്കാം. നമുക്ക് കറി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. കറി വെച്ച് കൊടുക്കുക. നിറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കറി തിളക്കട്ടെ. നമുക്കൊന്ന് കറി തുറന്നു. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ചേർക്കാം.
അപ്പൊ നമ്മുടെ ചൂരമീനാണ്, വെള്ള ചൂരയാണിത്. അത് ചേർത്ത് കൊടുക്കാം. നമ്മള് മീനൊക്കെ ഇതിലേക്ക് ഇട്ടു കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയുടെ ഒന്നും കൂടി വറ്റാനുണ്ട്, നമുക്ക് അടച്ചു. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ കുറുകി. നമുക്കിത് വാങ്ങി വയ്ക്കാം. നമുക്ക് ഉള്ളി വറുത്തിടാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് 2-3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാട്ടോ. പുള്ളി ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് എടുത്ത് ഒഴിക്കാം. ലേശം മുളക് പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചൂര കറി വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇനി ഒന്നും കൂടി ചട്ടിയിലിരുന്നിട്ട് കറി കുറുകി വരും കേട്ടോ. ഇതാണ് നമ്മുടെ ചൂരക്കറി.